ഇനി അറിയാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രുതി അയ്യർ. ഞാൻ തിരുവനന്തപുരം പ്രാൺ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു ചിത്രമുണ്ട്, നാരായണിയുടെ 3 ആൺമക്കൾ. ഈ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ രക്തബന്ധത്തിൽപ്പെട്ടവർ വിവാഹിതരായാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ വൈകല്യങ്ങൾ ഉണ്ടാവാം, വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഇതിനെക്കുറിച്ചൊക്കെ പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം അഥവാ കൺസാങ്ഗ്യുനസ് മാരേജ്, ഇതിന് 4 ഡിഗ്രിയാണുള്ളത്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി. ഫസ്റ്റ് ഡിഗ്രി കൺസാങ്ഗ്യുനസ് മാരേജ് എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണമാണ് സ്വന്തം അച്ഛന്റെ അമ്മയുടെയും തമ്മിലുള്ള മക്കളുടെ തമ്മിലുള്ള വിവാഹം എന്ന് വെച്ചാൽ സ്വന്തം സഹോദരങ്ങൾ തമ്മിലുള്ള വിവാഹം. രണ്ടാമത്തെ ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രശസ്തമായിട്ട് നടക്കുന്ന ഒന്നാണ് അമ്മാവനെ കല്യാണം കഴിക്കുക എന്നുള്ളത്. ചില ഭാഗങ്ങളിൽ ഇപ്പോഴും അത് ഉണ്ട് താനും. അപ്പൊ അമ്മാവനെ വിവാഹം കഴിക്കുന്നതെല്ലാം സെക്കൻഡ് ഡിഗ്രി കൺസാങ്ഗ്യുനസ് മാരേജിന്റെ ഇതിൽ വരുന്നതാണ്. തേർഡ് ഡിഗ്രിയുടെ ഒരു ഉദാഹരണമാണ് നമ്മൾ കേരളത്തിലും ഒക്കെ ഉണ്ട്, കുറച്ച് കോമൺ ആയിട്ട് ഇതിനെ കാണുന്നതാണ് കസിൻസ് തമ്മിലുള്ള വിവാഹം, എസ്പെഷ്യലി ഫസ്റ്റ് കസിൻസ്. അതാണ് തേർഡ് ഡിഗ്രിയിൽ വരുന്നത്. ഫസ്റ്റ് കസിൻസ് തമ്മിലുള്ള വിവാഹമൊക്കെ തേർഡ് ഡിഗ്രിയിൽ വരുന്നതിന്റെ ഉദാഹരണമാണ്. ഫോർത്ത് ഡിഗ്രി എന്ന് പറയുമ്പോൾ വേറെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ബന്ധുക്കൾ, കുറച്ച് അകന്ന ബന്ധുക്കൾ തമ്മിലുള്ള ബ്ലഡ് റിലേറ്റീവ്സ് തമ്മിലുള്ള വിവാഹത്തിനെയാണ് ഫോർത്ത് ഡിഗ്രി കൺസാങ്ഗ്യുനസ് മാരേജ് എന്ന ഗ്രേഡിംഗിൽ വരിക. ഇനിയിപ്പോ നമുക്ക് വേറൊരു കാര്യം അറിയേണ്ടത്, ഈ രക്തബന്ധത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിച്ചാൽ മാത്രമേ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുകയുള്ളൂ? ഒരിക്കലുമില്ല. രക്തബന്ധത്തിൽപ്പെടാത്തവർ തമ്മിൽ വിവാഹം കഴിച്ചാലും വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. എന്നാൽ ബ്ലഡ് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജിൽ കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ റിസ്ക് വളരെ കൂടുതലാണ്. എന്തൊക്കെ തരത്തിലുള്ള റിസ്കുകളാണ് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടത്? ഇങ്ങനത്തെ ഒരു വിവാഹത്തിന് മുതിരുന്നതിന് മുൻപേ കുട്ടികൾക്ക് ജനന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ജനന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബർത്ത് ഡിഫെക്ട്സ്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ക്ലെഫ്റ്റ് ലിപ്പ്, മുച്ചുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതൊക്കെ ഇതിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം ജനിതക വൈകല്യങ്ങളാണ്. ജനിതക വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരുപാട് ഇത് വരാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ റിസസീവ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ജനിതക വൈകല്യങ്ങളാണ് രക്തബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകാനുള്ള കുഞ്ഞുങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതൽ. ഇത് കൂടുതലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഒരു അച്ഛനും അമ്മയും ഇരിക്കട്ടെ. ഇപ്പൊ രക്തബന്ധുക്കൾ അല്ലാത്തവരാണെങ്കിൽ ആ അച്ഛന്റെ ഉള്ളിൽ കിടക്കുന്ന എന്തെങ്കിലും ഒരു ജീനിന്റെ ബാഡ് കോപ്പി അമ്മയ്ക്ക് ഉണ്ടാവില്ല, കാരണം അവർ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഇല്ല. അപ്പോ ഇത് കുഞ്ഞിന് വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, എസ്പെഷ്യലി ഈ റിസസീവ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ജനിതക വൈകല്യങ്ങൾ. എന്നാൽ അച്ഛനും അമ്മയും ബ്ലഡ് റിലേറ്റീവ്സ് ആയിരിക്കെ ചിലപ്പോൾ അച്ഛനും അമ്മയും പെർഫെക്റ്റ്ലി ഒരു കുഴപ്പവും ഇല്ലാത്ത നോർമൽ ആയിരിക്കും, അവർക്ക് ജനിതക വൈകല്യങ്ങളൊന്നും തന്നെ പുറമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്നാൽ അവരുടെ പഴയ തലമുറയിൽ ആർക്കെങ്കിലും ജനിതക വൈകല്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അത് അവരിൽ ഒളിഞ്ഞു കിടക്കുകയായിരിക്കാം, അവർ അതിന്റെ കാരിയറുകളായിരിക്കാം. അങ്ങനെ ഇരിക്കെ ഇവർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ ജനിതക വൈകല്യങ്ങൾ വരാനുള്ള സാധ്യതയുടെ റിസ്ക് 25% വരെ മുകളിലാണ്. അപ്പോൾ 25% മുകളിൽ റിസ്ക് നിൽക്കുന്നു. എന്നാൽ എത്രയാണ് ഒരു ജനറൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, ഈ രക്തബന്ധം അല്ലാത്തവർ തമ്മിലുള്ള വിവാഹം കഴിച്ചാൽ ഇത് വരാനുള്ള സാധ്യത വെറും 3%. അപ്പോ ഇതിന്റെ റിസ്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതാണ്: 1 ജനന വൈകല്യങ്ങൾ, 2 ജനിതക വൈകല്യങ്ങൾ. ജനിതക വൈകല്യങ്ങൾ മൂലം കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വരാം. കൂടുതലും ബുദ്ധിമാന്ദ്യവും ഒക്കെ ഇതിന്റെ അകത്ത് വരാം. ബുദ്ധിമാന്ദ്യം അഥവാ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. പിന്നെ ചിലപ്പോൾ പല ഓർഗൻസിനെയും ഒക്കെ അത് അഫക്ട് ചെയ്തേക്കാം. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ ജനിതക വൈകല്യത്തിന്റെ ഉള്ളിൽ വരും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൂന്നാമതായി കാണുന്നതാണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. രക്തസംബന്ധമായ രോഗങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങളായി ജനിക്കാം. പിന്നെ കേൾവിയിലോ അതേപോലെ കാഴ്ചയിലോ ഉള്ള തകരാറുകൾ കുഞ്ഞുങ്ങൾക്ക്, ഡിഫക്റ്റുകൾ ഇതുപോലുള്ള വിവാഹം വഴി ഉണ്ടാവാം. അതുപോലെ വേറൊന്നാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, അതും ഹാർട്ട് ഡിഫക്ട്സ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വരാനുള്ള സാധ്യത ഇങ്ങനെയുള്ള ഒരു വിവാഹത്തിൽ വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, ഈ കൺസാങ്ഗ്യുനിറ്റി അഥവാ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്നതിന് പല ഡിഗ്രികളുണ്ടെന്ന്. എത്രയും അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹമാണോ അത്രയും ഇതിനുള്ള റിസ്ക് വളരെ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന്, ഇപ്പൊ 2 കസിൻസ് തമ്മിലുള്ള മാരേജിൽ
ഉണ്ടാകുന്ന റിസ്ക്കും ഒരു അകന്ന ബന്ധു തമ്മിൽ ഉള്ള മാരേജിൽ ഉണ്ടാകുന്ന റിസ്ക്കും എടുക്കുകയാണെങ്കിൽ കസിൻസ് തമ്മിൽ ഉണ്ടാകുന്ന മാരേജിന്റെ റിസ്ക് ഉറപ്പായും അകന്ന ബന്ധു തമ്മിൽ ഉണ്ടാകുന്ന മാരേജിന്റെ റിസ്കിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അപ്പോ ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഇത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ തടയാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ഇങ്ങനെ ഒരു വിവാഹം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഉറപ്പായും ഒരു ജനറ്റിക് കൗൺസിലറിനെ സമീപിക്കുക. ജനറ്റിക് കൗൺസിലറിനെ സമീപിക്കുന്നത് വഴി ഇതിനെ പറ്റിയുള്ള എല്ലാ റിസ്കുകളെ കുറിച്ചും സംശയങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.